കെ. കരുണാകരൻ മുഖ്യമന്ത്രിയായിരിക്കെ 1992 കേരളത്തിലേക്ക് പാമോയിൽ ഇറക്കുമതി ചെയ്തതിൽ കേരള ഖജനാവിന് 2,32,00,000 രൂപ നഷ്ടമായി എന്ന ആരോപണമാണ് പാമോയിൽ അഴിമതി എന്ന പേരിൽ പിന്നീട് കുപ്രസിദ്ധമായത്. കാര്യശേഷിയുള്ള IAS-കാരൻ എന്നറിയപ്പെട്ടിരുന്ന PJ തോമസിന് ഇന്ത്യയിലെ ഉന്നത പദവികളിൽ ഒന്നായ സെൻട്രൽ വിജിലൻസ് കമ്മീഷണർ സ്ഥാനത്ത് നിന്നും സുപ്രീം കോടതി ഇറക്കിവിട്ടത് ഈ ആരോപണത്തെ തുടർന്നാണ്. TH മുസ്തഫ എന്ന ഉജ്ജ്വല പ്രാസംഗികന് രാഷ്ട്രീയം വിട്ട് വീട്ടിലിരിക്കേണ്ടി വന്നതും ഈ പനയെണ്ണ ഇടപാട് മൂലം. മരണം വരെ കോടതികളിൽ നിന്നും കോടതികളിലേക്ക് പരക്കം പായേണ്ട ഗതികേടിൽ കരുണാകരനെ കൊണ്ടുചെന്നെത്തിച്ചതും പാമോയിലിന്റെ കറ പുരണ്ടതിനാൽ. പാമോയിൽ മൂലം തീ തിന്നുന്ന IAS-കാരുടെ ലിസ്റ്റ് വേറെയുമുണ്ട്. അതിവേഗം ബഹുദൂരം ഗമിക്കാനിരുന്ന ഉമ്മൻചാണ്ടിയുടെ കയ്യിൽ നിന്ന് വിജിലൻസ് വകുപ്പ് ചോർന്നു പോയതും ഇതേ പാമോയിൽ മൂലം തന്നെ. പാമോയിൽ ഇടപാടിൽ അഴിമതി നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന കാര്യത്തിൽ കൃത്യമായ വിധി പറയാൻ ഇന്ത്യയിലെ കോടതികൾക്ക് 19 വർഷമായിട്ടും തീരുമാനമെടുക്കാൻ കഴിയുന്നില്ല എന്നതുതന്നെയാണ് ഇന്ത്യയിലെ അഴിമതി വിരുദ്ധ നിയമങ്ങളുടെ ഏറ്റവും വലിയ പോരായ്മ. സർക്കാർ ജീവനക്കാർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ഗവൺമെന്റിന്റെ അനുമതി വേണം. MLA-ക്കെതിരെയാണ് കേസെങ്കിൽ നിയമസഭാ സ്പീക്കർ തൊട്ട് ഗവർണർ വരെ അനുമതി നൽകണം. ആരോപണ വിധേയർ MP-യോ കേന്ദ്രമന്ത്രിയോ മറ്റോ ആണെങ്കിൽ കേസ് വെച്ചുനീട്ടാൻ ഇനിയും അവസരങ്ങളുണ്ട്. ഇത്തരം പഴുത് ഉപയോഗിച്ചാണ് പാമോയിൽ അഴിമതി കേസ് കെ. കരുണാകരൻ തന്റെ മരണം വരെ നീട്ടിക്കൊണ്ടുപോയത്. കരുണാകരന്റെ മരണത്തെ തുടർന്നാണ് ഒടുക്കം തിരുവനന്തപുരത്തെ വിജിലൻസ് കോടതിക്ക് പാമോയിൽ കേസിന്റെ ഫയലൊന്ന് മറിച്ചു നോക്കാൻ കഴിഞ്ഞത്. കേസ് ഫയൽ കോടതിയുടെ പരിഗണനയിൽ വന്നപ്പോഴേക്ക് ഉമ്മൻചാണ്ടി വിജിലൻസ് വകുപ്പിൽ നിന്ന് പുറത്തായി. PJ തോമസ് രാജ്യത്തെ മുഖ്യ വിജിലൻസ് കമ്മീഷണർ കസേരയിൽ നിന്ന് തെറിക്കുകയും ചെയ്തു. രാജ്യ ഖജനാവിന് 2.5 കോടി രൂപയുടെ നഷ്ടം വരുത്തിയതാണ് പാമോയിൽ കേസെങ്കിൽ ലാവ്ലിൻ പോലുള്ള ഭീമൻ കരാറുകളിലൂടെ കേരളത്തിനുണ്ടായ നഷ്ടം 300 കോടിക്ക് മുകളിലാണ്. 15 വർഷം പഴക്കമുള്ള ലാവ്ലിൻ കേസിൽ ഇനി ആരെങ്കിലും ശിക്ഷിക്കപ്പെടുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇപ്പോഴത്തെ പ്രതികളുടെ പേരക്കുട്ടികളുടെ കാലത്തായിരിക്കുമെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ഇത് കൊച്ചു കേരളത്തിലെ കാര്യമാണെങ്കിൽ ഇന്ദ്രപ്രസ്ഥത്തിലെ അഴിമതി കഥകൾക്ക് അല്പം കൂടി താരപരിവേഷമുണ്ട്. 1.25 കോടി ലക്ഷം രൂപ എന്ന കണക്കിൽപ്പെടാത്ത സ്വത്ത് മുഴുവൻ ഒറ്റ രാത്രി കൊണ്ട് ആണ്ടിമുത്തു രാജ എന്ന 48-കാരൻ ഒറ്റയ്ക്ക് കടത്തിക്കൊണ്ടുപോയതല്ലെന്ന് സാമാന്യ ബുദ്ധിയുള്ളവർക്കെല്ലാം അറിയാം. ഇന്ത്യയിലെ ഏതാണ്ട് എല്ലാ മൊബൈൽ ഫോൺ കമ്പനി മുതലാളിമാരും ചേർന്ന് നടത്തിയ കൂട്ടുകൃഷിയാണ് 2G സ്പെക്ട്രം അഴിമതിയെന്നും പ്രധാനമന്ത്രിയുടെ ഓഫീസിന് വരെ ഇക്കാര്യം അറിവുണ്ടായിരുന്നുവെന്നും കേസിനെപ്പറ്റി അറിവുള്ളവരെല്ലാം പറയുമ്പോഴും അലക്കിത്തേച്ച ടെറാക്കോട്ടൻ സ്യൂട്ടിന്മേൽ ഒരു പോറൽ പോലുമേൽക്കാതെ മുൻനിര കോർപ്പറേറ്റ് മുതലാളിമാരെല്ലാം ഇപ്പോൾ 3Gയും 4Gയും പിടിക്കാനുള്ള ലേലത്തിൽ പങ്കാളികളാവുകയാണ്. സർക്കാർ ആശുപത്രികളിൽ സർജറിക്കായി ഡോക്ടർ കരിമീൻ കൈക്കൂലി വാങ്ങുന്നതും വരുമാന സർട്ടിഫിക്കറ്റ് നൽകാനായി വില്ലേജ് ഓഫീസർ പിച്ചച്ചട്ടിക്കാരന്റെ വരുമാന പാത്രത്തിൽ കൈയിട്ട് വാരുന്നതും ഈ അഴിമതി ശൃംഖലയുടെ വികേന്ദ്രീകരണ പരിണാമം. എന്താണ് പ്രതിവിധി? അഴിമതി ആരോപണം വന്നാൽ ആരുടെയും അനുവാദത്തിന് കാത്തുനിൽക്കാതെ അയാൾക്കെതിരെ കേസെടുത്ത് 1 വർഷം കൊണ്ട് അന്വേഷണം നടത്തി 2ാം വർഷം തന്നെ ശിക്ഷ വാങ്ങിക്കൊടുക്കണം. ഖജനാവിന് നഷ്ടമായത് 2,32,00,000 രൂപയാണെങ്കിൽ അത്രയും തുകയും അതിന്റെ പലിശയും അയാളിൽ നിന്ന് കണ്ടുകെട്ടണം. പൊട്ടിപ്പൊളിഞ്ഞ റോഡ് നിർമ്മിച്ച കോൺട്രാക്ടറെ അക്കൊല്ലം തന്നെ ജയിലിലടക്കുന്ന വ്യവസ്ഥിതി വന്നാൽ പിന്നെ കേരളത്തിലെ റോഡുകളെല്ലാം ദുബൈ നിരത്തിന് സമാനമാകും. ഈ കുഴിയും കടന്നു എന്ന പേരുള്ള TV റോഡ് ഷോകൾക്കും അന്ത്യമാകും. ഇത്രമാത്രമേ 74-കാരനായ അന്നാ ഹസാരെ കോൺഗ്രസ് പാർട്ടിയോട് ചോദിക്കുന്നുള്ളൂ. ഇതിലെവിടെയാണ് RSSന്റെയും സംഘ് പരിവാറിന്റെയും ഹിന്ദുത്വ അജണ്ട? ഇതിലെവിടെയാണ് പാർലമെന്റിനെ ഹൈജാക്ക് ചെയ്യാനുള്ള സൂത്രപ്പണികൾ? 12 മണിക്കൂർ ഭക്ഷണം ഒഴിവാക്കുന്നതിന്റെ ബുദ്ധിമുട്ട് എത്രയാണെന്ന് ഈ നോമ്പുകാലത്ത് ആർക്കും പറഞ്ഞുകൊടുക്കേണ്ടതില്ല. എന്നാൽ പിന്നെ 225 മണിക്കൂർ സമയമായിട്ടും ഒരു തുള്ളി അന്നം പോലും കഴിക്കാതെ പച്ചവെള്ളം മാത്രം കുടിച്ച് ദില്ലി രാംലീല മൈതാനിയിൽ വെയിലേറ്റിരിക്കുന്ന ആ സാധു വൃദ്ധനെ അഭിനവ മഹാത്മാ എന്ന് വിളിക്കുന്നതിൽ തെറ്റുണ്ടോ?